അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ദേഷ്യം എന്നുള്ളത്. ദേഷ്യമില്ലാത്ത ആളുകളില്ല. പലപ്പോഴും പല സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടും നാം ദേഷ്യം പിടിക്കാറുണ്ട്. പല കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തകരുന്നത് ദേഷ്യം മൂലമാണെന്നറിയാം. ഈ ദേഷ്യത്തെ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ പലതും നേടിയെടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കും. ദേഷ്യം സാധാരണഗതിയിൽ പലപ്പോഴും നമുക്ക് വരാറുണ്ടെങ്കിലും ആ സമയത്ത് ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അടിമകളായ നാം പടച്ച റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് അടിമകളായ നാം പലപ്പോഴും ശുക്ർ ചെയ്യുന്നില്ല. എന്നിട്ടും യജമാനനായ പടച്ച റബ്ബ് നമുക്ക് പുറത്തു നൽകുന്നുണ്ട്. എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിസ്സാരമായൊരു കാര്യം, ഞാൻ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചു, അദ്ദേഹം കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, പടച്ച റബ്ബായ യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായി ചെയ്യുന്നില്ല, എന്നിട്ടും പടച്ച റബ്ബ് എന്നെ പരീക്ഷിക്കുന്നില്ലല്ലോ, എനിക്ക് മാപ്പ് നൽകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തിനും മാപ്പ് നൽകണമല്ലോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ക്ഷമിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കും. ദേഷ്യത്തെ അടക്കി പിടിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുക, വുദു എടുക്കുക, നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിൽക്കുക. ഈ ഒരു പ്രക്രിയയിലൂടെയൊക്കെ ദേഷ്യത്തെ അടക്കി പിടിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഷ്യമില്ലാത്തൊരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.